field, I think art is everything. എനിക്ക് എന്താ പറയുക, എനിക്ക് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ പേടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആർട്ടാണ്. when it comes to something else, I don't think I'll succeed. ചെറിയൊരു മീഡിയോക്കർ ജോലിയൊക്കെ ചെയ്ത് പതുക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ I don't think I can excel in anything else. So എനിക്ക് തോന്നുന്നു if it wasn't art, I would be a very എന്താ പറയുക cheerful housewife ആയിരിക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. Apart from art, there's nothing much to myself. I'm pretty sure you don't want to hear about that. I wake up, ഭയങ്കര ജെന്യുവൻ ആയിട്ട് പറയണം. I wake up, I sit in my bean bag, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യും, ഫുഡ് കഴിക്കും, പിന്നെയും ബീൻ ബാഗിലിരിക്കും, എന്തെങ്കിലും വരയ്ക്കും, അവിടെ കിടന്നുറങ്ങും, പിന്നെ എണീക്കും. വൈകുന്നേരം I might go for a ride, വണ്ടി ഓടിച്ച് വന്ന് തിരിച്ച് വീണ്ടും അവിടെ ഇരിക്കും, ഫുഡ് ഓർഡർ ചെയ്യും, കഴിക്കും, കിടന്നുറങ്ങും. ആക്ച്വലി ഇപ്പോൾ കുറവാണ്, ബിക്കോസ് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ നമ്മളുടെ എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വൺസ് I റിയലൈസ് ദാറ്റ് I've set an alarm for 1 hour 30 minutes. അപ്പോൾ അത്രയും സമയമേ ഞാൻ ഫോണിലിരിക്കാൻ നോക്കുള്ളൂ. എനിക്ക് അഡിക്ഷൻ ഫേസ് ഉണ്ടായിട്ടില്ല ആക്ച്വലി. എനിക്ക് വോയിസ് ഇൻ മൈ ഹെഡ് ഓൾവേസ് ടോൾഡ് മീ ദാറ്റ് സോഷ്യൽ മീഡിയ ഒരു ദിവസം നമ്മളിങ്ങനെ it raise you up and ഒരു പോയിന്റിലെത്തുമ്പോൾ for good reason or not any reason you just go down and that will hit you really hard. So I always wanted a life or a career apart from social media. Social media is really helping me to pay my bills and everything, പക്ഷേ അതിനും മേലെ I have to build something because this is very temporary. ആ ഒരു എന്താ പറയുക, ആ ഒരു പ്ലാറ്റ്ഫോം ക്രാഷ് ആയി കഴിഞ്ഞാൽ ഹൂ am I? ആ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ്, ആ ഫോട്ടോസ് ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ് എന്നുള്ള സാധനം ഇറ്റ് ഓൾവേസ് വാസ് ദെയർ ഇൻ മൈ മൈൻഡ്. അപ്പോൾ I don't even remember what you asked. നല്ല രീതിയിലുണ്ടായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് വർക്ക് എത്തിക്സൊക്കെ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ പറയും എൻ്റെ പെയിൻറ്റിങ്സ് ഞാൻ ചെയ്യുന്നതല്ല, വേറെ ആരോ ചെയ്യുന്നതാണ്. പിന്നെ ലൈക്ക് എല്ലാത്തിനും പറ്റിയും കുറേ ആൾക്കാർ പറയും ഇതല്ല എൻ്റെ സ്കിൻ ടോൺ, ഞാൻ ഭയങ്കര ഡാർക്കാണ്. ഐ ലവ് ഡാർക്ക് സ്കിൻഡ് പീപ്പിൾ. എനിക്ക് ലൈക്ക് ഐ കൈൻഡ് ഹാവ് എന്താ പറയുക ഒരു ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഡാർക്ക് സ്കിൻ പീപ്പിൾ. ആൻഡ് ഇഫ് യു ചെക്ക് ആഫ്രിക്കൻ മെൻ ആൻഡ് വുമൺ ആണെങ്കിൽ കൂടുതലും വരയ്ക്കുക. അപ്പോൾ ആൾക്കാർ പറയും എൻ്റെ ആക്സെൻറ്റ് ഇതല്ല, ആൻഡ് ദിസ് ഇസ് നോട്ട് മൈ സ്കിൻ ടോൺ. ആൻഡ് ദെൻ ദേ സേ ലൈക്ക് ആർട്ടും എല്ലാം ഇറ്റ്സ് നോട്ട് റിയൽ എന്നൊക്കെ പറയുമ്പോൾ there's something called gaslighting. I started questioning myself a lot. At a point I started feeling like ശരിക്കും ഇത് തന്നെയാണോ ശരിക്കും നീ ചെയ്യുന്നത് തന്നെയാണോ ആർട്ട്? And that was really toxic for me. So cyberbullying happens most of the time. എൻ്റെ ആർക്കൈവിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എനിക്ക് ആക്ച്വലി പോസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആർക്കൈവിൽ ഇറങ്ങി കിടക്കുക. ഐ വുഡ് പോസ്റ്റ് സംതിങ് ഓഫ് മീ സിംഗിങ് ഓർ സംതിങ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തിനാ ഇപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ട് എന്നൊക്കെ, എന്തിനാ റിമൂവ് ചെയ്ത്. ദാറ്റ് വാസ് ലാസ്റ്റ് ഇയർ ഓഫ് കോളേജ്. അന്നേരം എനിക്കൊരു നല്ല കോമഡി പേരാണ്, ഫാത്തിമ സ്കാറ്റേർഡ് കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു FB പേജ് ഉണ്ടായിരുന്നു. അതിനകത്ത് അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എന്തേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഐ വാസ് വെരി സ്കെയർഡ് ടു പുട്ട് ഇറ്റ് ഔട്ട്. നമ്മൾ വാപ്പയും എല്ലാവരുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ എൻ്റെ അടുത്തോട്ട് വരാം. അപ്പോൾ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചോനെ എന്നെ അറിയല്ലേ അതേ ലൈക്ക് ഫാത്തിമയല്ലേ ഞാൻ, ലൈക്ക് സോറി സെൻസ് ദാറ്റ്. ആൻഡ് ഈസ് ലൈക്ക് പെയിൻറ്റിങ്സ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം വാപ്പ ഈസ് ലൈക്ക് എങ്ങനെ അവളുടെ പെയിൻറ്റിങ്സ് കണ്ട്. ആൻഡ് ഹീസ് ലൈക്ക് അതെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ആൻഡ് മൈ ഡാഡ് വാസ് സൂപ്പർ പിസ്ഡ് ഓഫ് ആൻഡ് ഹി മെയ്ഡ് മീ ഡിലീറ്റ് ദ പേജ്.
പക്ഷെ ഇപ്പോൾ ഈസ് ലൈക്ക് വെരി സപ്പോർട്ടീവ്. അന്ന് എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും അവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല അതിൻ്റെ പുറത്ത് സംഭവിച്ചാണ്. I was always, I was always doing art rather than architecture. I love architecture. I like spatial, space construction. Because ഒരു space can influence a person very much. അത് നമ്മളെന്നൊരാളെ തന്നെ ഭയങ്കരമായിട്ട് മാറ്റും. ഈ പണ്ടത്തെ വീടുകളിൽ ഈ ലൈക്ക് വലിയ വലിയ തറവാടുകളിൽ ഈ ഇരുണ്ട മുറികൾ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ സൈക്കോളജിക്കലായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്. എന്നാൽ കുറേ വിൻഡോസായിട്ട് നല്ല ഓപ്പൺ ഏരിയ വന്ന് അതിന് ഒരു എന്താ പറയുക, ഒരു വുഡൻ ഫ്ലോറിംഗ് ഒക്കെ വന്ന് അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് നമ്മൾ വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ ഫോർ മീ ആർക്കിടെക്ചർ വാസ് മേക്കിംഗ് ആർട്ട് ഇൻ ദി എയറിൽ ആർട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. ബട്ട് സിൻസ് ഐ ഹാവ് ഡിസ്ലെക്സിയ, നമ്പേഴ്സും ലൈൻസും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. സോ ഐ കുഡൻറ്റ് കണ്ടിന്യൂ ഇൻ ആർക്കിടെക്ചർ. ഐ ട്രൈഡ് വർക്കിംഗ്, ബട്ട് ഫയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇറങ്ങിപ്പോന്നു. സോ ആർട്ടിൽ മിസ്റ്റേക്സ് ഇല്ല, എന്ത് ചെയ്താലും അത് തെറ്റല്ല. ദർ ഇസ് നോ റൈറ്റ് ആൻഡ് റോങ്. അപ്പോൾ ദിസ് വാസ് മൈ ബെസ്റ്റ് ഓപ്ഷൻ. I proved them by making a lot of money from art. Because ഞാൻ കാണിച്ചു കൊടുത്തു, ഇപ്പം ഒരു മാസം ഒരു ഫേമിലോ ഒരു കോളേജിലോ വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുന്ന പൈസ ഇതാണ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് ആർട്ടിൽ നിന്ന് എനിക്ക് ഒരു ദിവസം കൊണ്ട് ആ പൈസ ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഒരു പീസ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് എടുക്കുന്ന ദിവസം ഒരു ദിവസമായിരിക്കും. പക്ഷേ വാട്ട് ഐ ചാർജ് വുഡ് ബി മൈ സാലറി ഫോർ 1 month. സോ അങ്ങനെ കാണിച്ചു കൊടുത്ത് വിത്ത് ടൈം പാസിങ്, അത് ഭയങ്കര ലോജിക്കായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണപ്പോൾ ലൈക്ക് 9 to 7 ജോലി ചെയ്യുന്നത് പകരം ഒരു ദിവസം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ. ദെൻ ദേ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് റിയലി എസെൻഷ്യൽ ഫോർ മീ ടു സർവൈവ് ഓർ ലിവ്. ഇല്ലെങ്കിൽ ഞാൻ കയ്യിൽ നിന്ന് പോവും എന്ന് എനിക്കും അവർക്കും തോന്നി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ദേ ലൈക്ക് ഹാപ്പി നൗ. Watercolor. Painting watercolor. Just 1 year. Because ഒന്ന് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പെയിൻറ്റിങ് കൂടെ കൊണ്ടുപോകാൻ പാടാണ്. പിന്നെ ക്യാൻവസിനും പെയിൻറ്റിനൊക്കെ നല്ല വിലയാണ്. അല്ല, അതിന് മുന്നേ ഒരു ഐപാഡ് മേടിച്ചു, ചെറിയൊരു ഐപാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിലായിരുന്നു വർക്ക് ചെയ്തത്. ഐപാഡ് പ്രോ. അത്യാവശ്യം ചെയ്യാറുണ്ട്. പക്ഷെ നല്ല മനുഷ്യന്മാരാണ്, ഭയങ്കര കാര്യമാണ്. വന്ന് അങ്ങനെ ക്രീപ്പി മനുഷ്യന്മാരൊന്നും വന്നിട്ടില്ല. ദേ വർ ഓൾ വെരി നൈസ്. വിയർഡസ്റ്റ് ആയിട്ട് there was times that ആൾക്കാർ ചോദിക്കും can you come and paint. അപ്പോൾ റെസിഡൻഷ്യൽ വർക്കൊക്കെ ആണെങ്കിൽ I go there and I paint. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ ബെഡ്റൂമിൽ മാത്രം മതി, യു ക്യാൻ സ്റ്റേ ദെയർ ആൻഡ് യു ക്യാൻ പെയിൻറ്റ് എന്നുള്ള നല്ല ക്രീപ്പി വൈബ്സ് ഒക്കെ തരാറുണ്ട്. ഐ ഡോണ്ട് ടേക്ക് അപ്പ് എനി ഓഫ് ദാറ്റ് വർക്ക്. ഐ മേക്ക് ഷുവർ ദാറ്റ് ക്ലയൻസ് വൈബ് ഓക്കെ ആവുന്ന ലൈക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ക്ലയൻസ് ആണെങ്കിൽ മാത്രമേ ഞാൻ വർക്ക് എടുക്കുള്ളൂ. Like I gave birth to a baby. ഞാൻ കശ്മീർ പോയപ്പോൾ ദാൽ ലേക്കിൻ്റെ സൈഡിലിരിക്കുക. അപ്പോൾ ഒരു അപ്പൂപ്പൻ വന്നു. പുള്ളി നല്ല ഓൾഡാണ്. പുള്ളി ഒരു വലിയൊരു ചാക്ക് കെട്ടിൽ എന്തൊക്കെയോ സാധനങ്ങളും കൊണ്ടുവരാം. അപ്പം എനിക്ക് ഹിന്ദി മര്യാദയ്ക്ക് അറിയില്ല. അപ്പം ദെൻ പുള്ളി പോയപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് മോസ്റ്റ് ലൈക്ക് എനിക്ക് എന്തോ മേടിക്കാനുണ്ടെന്നുള്ള രീതിയിൽ ഐ ആസ്ക്ഡ് ഹിം ടു കം സിറ്റ് വിത്ത് മീ ആൻഡ് ഐ ആസ്ക്ഡ് ഹിം ടു ഷോ മീ ഓൾ ദ പീസസ് ദാറ്റ് ഹി ഹാസ്. അങ്ങനെ പുള്ളി ഓരോന്നിടത്ത് ഇങ്ങനെ കാണിച്ചു, ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. എനിക്ക് മര്യാദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ബട്ട് വി കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ഹി ടോൾഡ് മീ അബൌട്ട് ഹിസ് ഫാമിലി, അബൌട്ട് ഹിസ് ഡോട്ടേഴ്സ്. ഐ ടോൾഡ് ഹിം. പുള്ളിയെ മനസ്സിലാക്കാൻ യാതൊരു ചാൻസും ഇല്ല, ബട്ട് വി വർ ടോക്കിംഗ് ഫോർ മോർ ദൻ ഹാഫ് ആൻ അവർ.
അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അല്ല സോറി നോക്കി കഴിഞ്ഞിട്ട് ഐ ബോട്ട് ദ ഹോൾ തിങ് ഫ്രം ഹിം. ഞാനതൊന്നും യൂസ് ചെയ്യുന്ന സാധനമല്ല, ബട്ട് ഐ ബോട്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് തന്നൊരു ചിരിയുണ്ട്. എന്നിട്ട് പുള്ളി എൻ്റെ തലയിലും കൂടെ കൈ വെച്ചു. ഞാൻ കരഞ്ഞു പോയി. അപ്പോൾ ഇറ്റ് ജസ്റ്റ് ഫിൽഡ് മീ അപ്പ്. സോ എനിക്ക് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കരിയർ വൈസ് അല്ല. ചില മനുഷ്യരുടെ ചിരി, ചില മനുഷ്യർ ഉള്ളിത്തട്ടി പറയുന്ന കാര്യങ്ങൾ, ഫോർ മീ ദാറ്റ് ഇസ് ഓൾ അച്ചീവ്മെൻറ്റ്സ്. അല്ലാത്തതൊന്നും ഇറ്റ്സ് വെരി മെറ്റീരിയലിസ്റ്റിക്. എക്സ്പീരിയൻസ് ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആവും, ഞാൻ ഭയങ്കര പേടിക്കും, എന്താ പറയുക, എനിക്കറിയില്ല. ഞാൻ അത്യാവശ്യം ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴൊക്കെ എന്താവും എന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു. ബട്ട് ദെൻ ഹീ വാസ് വെരി ചിൽ. പുള്ളി ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു. ആൻഡ് ഈസ് ലൈക്ക് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അയ്യോ വേണ്ട. ഈസ് വെരി നൈസ്. നമ്മൾ ആ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് സാധനമൊന്നും ഇല്ല. ഈസ് വെരി ചിൽ. ആക്ച്വലി ഞാൻ പറയുന്നത് വെച്ചാൽ എന്നോട് ദേഷ്യം വെച്ച് ഇപ്പം നമ്മൾ ഒരാളോട് ദേഷ്യം വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലും ഹാർട്ടിലും ഒക്കെ ഉള്ള സ്പേസ് അത്രയും അങ്ങ് പോവുകയാണ്. അപ്പോൾ വേറെ നല്ല കാര്യങ്ങൾ കയറാനുള്ള സ്പേസ് അവിടെ ഇല്ലാതാവുകയാണ്. ആ സ്പേസ് മാറ്റി നല്ല കാര്യങ്ങൾ കയറ്റും. വൈ ആർ യു ഫോക്കസിങ് ഓൺ മീ? എന്താ പറയുക, ലൈക്ക് അവർക്ക് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ വെറുതെ എന്നെ വെറുത്ത് ഹൃദയത്തിലുള്ള അത്രയും സ്പേസ് കളയണേക്കാളും നല്ല കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ആ സ്പേസ് അങ്ങ് യൂട്ടിലൈസ് ചെയ്തോടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ്ലി ഒരു കളറായിരിക്കും ആദ്യം തലയിലുണ്ടാവുക. അത് എനിക്ക് ഓരോ മൂഡിനെയും ഓരോ കളറായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കളറിൽ നിന്ന് എനിക്ക് പിന്നെ എൻ്റെ വെൻ ഐ തിങ്ക് അബൌട്ട് എ പെയിൻറ്റിങ് എനിക്കൊരു 3D സ്പേസ് എൻ്റെ തലയിൽ ഇങ്ങനെ ഫോം ചെയ്യും. എന്നിട്ട് അതിൽ ഓരോ സാധനങ്ങളായിട്ട് പതുക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന പൊസിഷനിൽ ഇങ്ങനൊരു ഫീമെയിൽ, ഇവിടുന്ന് ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഇവിടുന്ന് ഒരു ഭയങ്കര സട്ടിലായിട്ട് വേറൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഇവിടെ ബാക്കിലൊരു വിൻഡോ ഉണ്ട്, അപ്പോൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പാറും. ഇങ്ങനത്തെ സാധനങ്ങൾ മുഴുവൻ എൻ്റെ തലയിലൊരു സ്പേസ് കൺസ്ട്രക്ഷൻ നടക്കും. ദെൻ ഐ സെർച്ച് ഫോർ റെഫറൻസ് ഇമേജസ് ദാറ്റ് ബിക്കോസ് ഐ എം നോട്ട് ഗ്രേറ്റ് ഇൻ അനാറ്റമി. അപ്പം അങ്ങനത്തെ ഒരു സ്പേസ്, അങ്ങനത്തെ റെഫറൻസസ് നോക്കി ആൻഡ് അതേപോലെ വരച്ച് ദെൻ ഐ ലൈറ്റ് എല്ലാം പ്ലേസ് ചെയ്ത്. സോ ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് ഇൻ മൈ ഹെഡ്. സിനിമാറ്റോഗ്രാഫി മാതിരിയാണ് ലൈക്ക്. അപ്പം ബേസിക്കലി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കളർ. ആൻഡ് മോസ്റ്റ്ലി എൻ്റെ എന്ത് ഇമോഷനാണ് അപ്പോൾ പ്രിവെയിൽ ചെയ്യുന്നത് ആ ഇമോഷൻ ഞാൻ അതേപടി ട്രാൻസ്ഫർ ചെയ്യും ഓൺ ടു ദ ക്യാൻവസ് ഓർ ദ ഡിജിറ്റൽ മീഡിയ. പക്ഷേ ദ ഗുഡ് തിങ് ഇസ് ഞാനത് ഭയങ്കര റോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻഹിബിഷൻസ് ഇല്ലാതെ, ബാരിയേഴ്സ് ഇല്ലാതെ. അപ്പോൾ അതേ ഇമോഷൻ പണ്ട് ഫീൽ ചെയ്തതോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിനോട്. സോ വി ടോക്ക് ത്രൂ ആൻ ഇൻവിസിബിൾ ലാംഗ്വേജ്. ഇൻവിസിബിൾ അല്ലല്ലോ, സോറി, ഇൻഓഡിബിൾ ലാംഗ്വേജ്. ആൻഡ് അത്രയേ ഉള്ളൂ എൻ്റെ ഇൻറ്റൻഷൻ. ദൂരെ ഇരിക്കുന്ന ഒരാളോട് പറയണം, പേടിക്കണ്ട കേട്ടോ, ഞാനും ഇതിലൂടെ പോകുന്നുണ്ട്, കാരണം ഞാൻ ഇത്രയും സർവൈവ് ചെയ്തില്ല, നിങ്ങൾ ഉറപ്പായിട്ടും സർവൈവ് ചെയ്യും. വെൻ ഐ സീ പീപ്പിൾ ഹു ഐ ക്യാൻ റിലേറ്റ് ടു, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ, ഞാൻ അവരോട് ചോദിക്കും ഞാൻ സർവൈവ് ചെയ്യുമായിരിക്കും അല്ലേ. ആൻഡ് വെൻ ദേ സേ ദറ്റ് ഉറപ്പായിട്ട് സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐ ഫീൽ സോ മച്ച് ബെറ്റർ ഇൻസൈഡ്. സോ that's all. I'm virtually trying to hug all the people who is reading that or seeing that, and that's the least we can do. എനിക്കല്ലാതെയും ഞാൻ ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്, എൻ്റെ പുതിയ ഡ്രസ്സ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബാഗ് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം? അവർക്കൊരു ഗുണവുമില്ല. നമുക്ക് നമ്മളെ തന്നെ കാണിക്കാം എന്നല്ലാതെ that has no meaning or no point. So things that are right or pained is something I want to connect people with. നാളെ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഐ ഡോണ്ട് നോ വേർ ഐ സീ മൈസെൽഫ് ഇൻ 5 years or 10 years. ശരിക്കും ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ ഡോണ്ട് വോണ്ട് ടു ബി നോൺ ആസ് എ ഹ്യൂജ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഓൾ ഐ വോണ്ട് ഇസ് ഐ വോണ്ട് ടു ഹാവ് എ വെരി പീസ്ഫുൾ സിമ്പിൾ ലൈഫ്. ഒരു കുഞ്ഞു വീട്, എന്താ പറയുക, മക്കളുണ്ടാവുകയാണെങ്കിൽ മക്കൾ, ഒരു വെരി ലവിങ് പാർട്ട്ണർ,
എനിക്കൊരു കുഞ്ഞ് സ്റ്റുഡിയോ ഉണ്ടാവും, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പെയിൻറ്റ് ചെയ്യും, ട്രാവൽ ചെയ്യാൻ പറ്റണം. ആൻഡ് ഭീകരമായ സ്ട്രിങ്സ് ഒന്നും വലിച്ച് കെട്ടാത്തൊരു കോ എക്സിസ്റ്റിംഗ് ഇൻ ലവ് എന്ന് പറയുന്നൊരു ലൈഫ് ഇസ് വാട്ട് ഐ വോണ്ട്. എനിക്ക് ആ ഫെയിമിനോടൊക്കെ ഉള്ളൊരിത് പോയി കിട്ടിയിട്ടുണ്ട്.